അപകടത്തിൽപ്പെട്ട ആയുധങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ പുനഃസൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സ് അത് ഇറാൻ റഷ്യയുടെയും ചൈനയുടെയും സഹകരണത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ കൈവശം ഉണ്ടായിരുന്നവയായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാനിലേക്ക് പതിച്ച പല ആയുധങ്ങളുമാണ് അമേരിക്കയുടേത്. ഇത്തരത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വാസ്തവമാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു പ്രോസസ്? 45 ദിവസമായി തുടരുന്ന അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും ഒക്കെയാണ് അമേരിക്ക ഇറാനിൽ വർഷിച്ചത്. ഇതിൽ ഭൂരിഭാഗവും പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും ചിലത് യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഇറാന്റെ പല ഭാഗങ്ങളിലും കിട്ടപ്പുണ്ട്. അതായത് ടോമോഹോക്ക് മിസൈലുകൾ, അതുപോലെ തന്നെ റീപ്പർ ഡ്രോണുകൾ, അതല്ലെങ്കിൽ GBU 57 ബോംബുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതുപോലെ ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകൾ, അതായത് ജാസം എന്ന് പറയുന്ന മിസൈലുകൾ, ഇതൊക്കെ തന്നെ ഇറാന്റെ കൈവശം യാതൊരു കുഴപ്പവുമില്ലാത്ത കുറേ ആയുധങ്ങൾ ഇറാന്റെ കൈവശം ഉണ്ട്. ഇപ്പോൾ ഇത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ ഇറാൻ ശ്രമിക്കുകയാണ്. ഇത് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് CIA ഡിഫൻസ് അനലിസ്റ്റായ ജിം ലാംസൺ ആണ്. അത് അമേരിക്കയുടെ തന്നെ ഒരു പ്രമുഖ പ്രതിരോധ വിദഗ്ധനും വിശകലന വിദഗ്ധനായ മൈക്കൽ നൈറ്റ് ഇത് ശരിവച്ചിട്ടുണ്ട്. കാരണം മൈക്കൽ നൈറ്റ് പറയുന്നത് ഇറാൻ പണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഗൾഫ് യുദ്ധ കാലത്ത് അബദ്ധത്തിൽ ഇറാഖുമായിട്ട് അമേരിക്ക നടത്തിയ യുദ്ധത്തിന്റെ സമയത്ത് ഇറാന്റെ പ്രവിശ്യകളിൽ പതിച്ച അമേരിക്കൻ ആയുധങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ആണ് ഇറാൻ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകൾക്ക് വേണ്ട എഞ്ചിനുകളും നിർമ്മിച്ചതെന്നാണ്, ടർബോഫാൻ എഞ്ചിൻ. അപ്പോൾ ഇത് ചെയ്ത് ഇറാന് പരിചയമുണ്ട്. ഇത് ചെയ്യാനായിട്ട് നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ഇറാനിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിന് ഒരു 4-5 കൊല്ലമൊക്കെ എടുക്കും സാധാരണഗതിയിൽ ഇറാൻ ചെയ്താൽ. പക്ഷേ ഇപ്പോൾ ഇറാൻ ചെയ്യുന്ന ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ള മറ്റ് 2 രാജ്യങ്ങളും കൂടിയുണ്ട്. അത് ഒന്ന് ചൈന, മറ്റൊന്ന് റഷ്യ. റഷ്യക്കും ചൈനയ്ക്കും അമേരിക്കയുടെ ടോമോഹോക്ക് മിസൈലുകളുടെയും അതുപോലെ തന്നെ ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈല്, അല്ലെങ്കിൽ GBU 39 എന്ന് പറയുന്ന ചെറിയ ബോംബ്, അതുപോലെ ബങ്കർ ബസ്റ്റർ ബോംബായ GBU 57, ഇതൊക്കെ കൈവശം കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസങ്ങൾക്കുള്ളിൽ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അതുപോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അപ്പം ഇതിൽ കുറെ ഇറാന്റെ പല പ്രവിശ്യകളിലും പതിച്ചിരിക്കുന്ന കേടുപാടുകളില്ലാത്ത അമേരിക്കൻ ആയുധങ്ങളിൽ കുറെ അധികം എണ്ണം ചൈനയ്ക്കും റഷ്യയ്ക്കുമായിട്ട് നൽകുകയും പകരം അവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ ഇറാന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് CIA വിദഗ്ധനായിട്ടുള്ള ജിം ലാംസൺ പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നതെന്നും ജിം ലാംസൺ പറയുന്നു. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വ്യക്തിയുണ്ടല്ലോ, മൈക്കൽ നൈറ്റ്, അദ്ദേഹം പറയുന്നത് ഗൾഫ് യുദ്ധ കാലത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാകരയായി. കാരണം ഇറാഖും ഇറാനും വളരെ അതിർത്തി പങ്കെടുക്കുന്ന, കിലോമീറ്ററുകൾ അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളാണ്. ഇറാഖിലേക്ക് അയച്ച പല മിസൈലുകളും ഇറാന്റെ ചില പ്രവിശ്യകളിൽ പോയി വീണിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇറാൻ കൈവശപ്പെടുത്തി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രോൺ നിർമ്മാണത്തിൽ ഇറാൻ വളരെ മുന്നിലാണ്. ഒരുപക്ഷെ ഇന്ത്യയൊക്കെ ഇപ്പോഴാണ് ആ ലെവലിലേക്ക് എത്തിയത്. അതുപോലെ ക്രൂയിസ് മിസൈലുകളും വളരെ വേഗത്തിൽ ഇറാൻ നിർമ്മിച്ചു. ഇത് ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടതാണ്. എങ്ങനെയാണ് ഇറാൻ ഇത് സാധിച്ചത്? അതിൻ്റെ രഹസ്യം മൈക്കൽ നൈറ്റ് പറയുന്നത്, എല്ലാ രാജ്യങ്ങൾക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ക്രൂയിസ് മിസൈലുകളിലും അതുപോലെ തന്നെ ഡ്രോണുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ വളരെ ചെറിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ടർബോ ജെറ്റ് എഞ്ചിന്, അതല്ലെങ്കിൽ ടർബോഫാൻ, മിക്കവാറും ടർബോഫാൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഈ ടർബോഫാൻ എഞ്ചിൻ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതിൽ ഇറാന് വലിയ വിജയമുണ്ടായി. ആ വിജയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ ക്രൂയിസ് മിസൈലുകളിൽ നിന്നും കേടുപാടില്ലാതെ ലഭിച്ച ടർബോഫാൻ എഞ്ചിനുകൾ അത് ഇളക്കിയെടുത്ത് അത് അഴിച്ചെടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി. ആ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ആ ടെക്നോളജി സ്വായത്തമാണ്. അന്നും ഒരുപക്ഷെ റഷ്യയുടെ സഹായം ഇറാൻ ലഭിച്ചിട്ടുണ്ടാകണം. എന്തായാലും ശരി, ആ എഞ്ചിനുകളാണ് പിന്നീട്
ഷഹീൻ ഡ്രോണുകൾക്കും ഒക്കെ ഇറാൻ ഉപയോഗിക്കുന്നത്. രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രൊപ്പൽഷൻ, അതായത് പിന്നെ ഇന്ധനം തൊട്ടുള്ള പല കാര്യങ്ങളും പ്രൊപ്പൽഷൻ സിസ്റ്റം അത് മാസ്റ്റർ ചെയ്തു അമേരിക്കയുടെ മിസൈലുകൾ അഴിച്ചെടുത്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മിസൈലുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ചില കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. അത് സാധാരണഗതിയിലുള്ള ലോഹങ്ങൾ പലപ്പോഴും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകിൽ അതിൻ്റെ ഭാരക്കൂടുതൽ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ താപത്തെ അതിജീവിക്കാൻ അതിന് പറ്റുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം പലപ്പോഴും ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽ രണ്ടോ മൂന്നോ ലോഹങ്ങൾ ഉരുക്കി ചേർത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ലോഹങ്ങളാണ് ഇത്തരം മിസൈലുകളുടെ പാർട്ടുകൾ, പ്രത്യേകിച്ച് എഞ്ചിൻ്റെ പാർട്ടുകൾക്കൊക്കെ, ടർബോ ഫാൻ ആയാലും ടർബോ ജെറ്റ് എഞ്ചിൻ ആയാലും അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. ഈ കോമ്പോസിറ്റ് മെറ്റീരിയലുകളെ കുറിച്ച് പഠിക്കാനും അത് സ്വയം നിർമ്മിക്കാനുമുള്ള ഒരു സാഹചര്യം ഇറാൻ ഉണ്ടായത് ഗൾഫ് യുദ്ധത്തിൻ്റെ കാലത്താണ്. ഇത് രണ്ടും അമേരിക്കയുടെ വിദഗ്ധർ ഇപ്പോൾ അംഗീകരിക്കുന്നു. അതായത് അവർ പറയുന്നത് ഇറാന് ഇങ്ങനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, നമ്മളെല്ലാവരും റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ചൈനയുടെ കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ അത് ശരിയല്ല. ചൈനയെ പോലെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ വർഷങ്ങളുടെ പ്രാഗൽഭ്യമുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ ഇറാന് ഗൾഫ് യുദ്ധമാണ് ഇതിനൊരു വഴിയൊരുക്കിയത്. പിന്നെ വർഷങ്ങളോളം അമേരിക്ക ഇറാനെതിരെ നടത്തിയ ഉപരോധങ്ങൾ, ഈ രണ്ട് കാരണങ്ങളാലാണ് ഇറാൻ ഇത്രയധികം ഈ മേഖലയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അമേരിക്ക ഇപ്പം ഞെട്ടലോടാണ് ഇരിക്കുന്നത്. പിന്നെ അമേരിക്കയ്ക്ക് അവർ പറയുന്ന ആകെയുള്ള ഒരു ആശ്വാസം, ഇപ്പം അമേരിക്കയുടെ ഏറ്റവും ഭാരമേറിയ ബോംബാണ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ്. അത് ആ ബോംബിന് ഒരു 10 ടണ്ണിലധികം ഒക്കെ ഭാരമുണ്ടാവും, 10-12 ടണ്ണൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തരം ബോംബുകൾ മിസൈലിൽ ഘടിപ്പിച്ച് മുന്നോട്ട് വിടാനുള്ള ശേഷിയൊന്നും ഇറാനില്ല. അത് ഈ അമേരിക്കയുടെ B-52 ഒക്കെ പോലെയുള്ള ബോംബർ വിമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ബോംബുകൾ മറ്റൊരു രാജ്യത്ത് കൊണ്ട് ഇടാൻ പറ്റുകയുള്ളൂ. ഇത് ഇല്ലാതെ ഈ തരത്തിലുള്ള ഒരു ബോംബർ വിമാനം കൈവശമില്ലാത്ത ഒരു രാജ്യത്തിന് ഈ GBU ബോംബ് നിർമ്മിച്ചാൽ പോലും അത് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പട്ടിയുടെ കയ്യിലെ പുതിയ തേങ്ങ എന്ന്, പട്ടിയുടെ കയ്യിൽ തേങ്ങ കിട്ടിയാലുള്ള ഒരു ബലമായിരിക്കും ഇറാൻ്റെ കയ്യിൽ ഈ ബോംബ് കിട്ടിയാലുള്ള ഫലം എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ ചൈന ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുക, അത്തരം ബോംബർ വിമാനങ്ങളിൽ 1-2 ബോംബർ വിമാനങ്ങൾ ചൈനയിൽ നിന്നും ഇറാന് വാങ്ങിക്കാൻ ശേഷിയില്ല എന്നൊന്നും നമ്മൾ കരുതണ്ട. അപ്പോൾ റഷ്യ തൽക്കാലം ബോംബർ വിമാനങ്ങളൊന്നും ഇറാന് വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചൈന വിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ തൽക്കാലത്തെ ഇറാന് ഇത്തരം ബോംബുകൾ വഹിച്ചുകൊണ്ട് പോകാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഇല്ല എന്നുള്ള അമേരിക്കയുടെ ആശ്വാസത്തിന് ദീർഘനാളത്തെ ഒരു നിലനിൽപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇത് യുദ്ധങ്ങൾക്കിടയിലുള്ള, സാധാരണഗതിയിൽ പല യുദ്ധങ്ങൾക്കിടയിലും സംഭവിക്കുന്ന ഒരു കൊളാട്രൽ ഡാമേജാണ്. ഇങ്ങനെ ഒരു കൊളാട്രൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിച്ചു, അമേരിക്കയുടെ 2-3 വിമാനങ്ങളും അതുപോലെ ഹെലികോപ്റ്ററുകളും ഒക്കെ അമേരിക്ക ഇറാൻ്റെ ഒരു തെക്കൻ പ്രോവിൻസിൽ വെച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ളത്. കാരണം അതവിടെ ലാൻഡ് ചെയ്തത് അമേരിക്കയുടെ ഇറാനിൽ തട്ടിക്കൊണ്ടുപോകുന്ന സൈനികനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിൽ ചിലതിന് കേടുപാടുകൾ സംഭവിച്ചു. ആ കേടുപാടുകൾ സംഭവിച്ചത് അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോയാൽ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുമെന്നുള്ള ഭയം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക അത് പിന്നെ സ്ഫോടനം നടത്തി നശിപ്പിച്ച് കളഞ്ഞത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ച് പോയിരുന്നു. ഈ ആയുധങ്ങളൊക്കെ താലിബന്റെ കയ്യിൽ മാത്രമല്ല, താലിബന്റെ കയ്യിൽ നിന്നും മറ്റു പലർക്കും ലഭിക്കാം. ഇറാൻ വലിയ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ താലിബൻ തീർച്ചയായിട്ടും ഇറാനും ഇതെല്ലാം വിൽക്കും. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. കാരണം അമേരിക്കയുടെ ആയുധങ്ങൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് മറ്റു രാജ്യങ്ങൾ സമാനമായ ആയുധങ്ങൾ നിർമ്മിക്കുക. ഈ അടുത്ത കാലത്ത് അമേരിക്ക തന്നെ അത് ചെയ്തു. ഇറാന്റെ ഷഹീൻ ഡ്രോൺ അമേരിക്ക റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് മറ്റൊരു ഡ്രോൺ ഉണ്ടാക്കി ഇറാന് നേരെ തന്നെ പ്രയോഗിച്ചു. എന്തായാലും ശരി, ഇതൊക്കെ യുദ്ധങ്ങളിലെ കൊളാട്രൽ ഡാമേജ് ആണ്. വരും ദിവസങ്ങളിൽ ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഈ യുദ്ധത്തിൽ സൃഷ്ടിക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് അത്യാവശ്യം ടോമഹോക്ക് പോലുള്ള ഒരു ക്രൂയിസ് മിസൈൽ, അതിന് 1500 മുതൽ 2000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു മിസൈലാണ്. അത്തരം ഒരു ക്രൂയിസ് മിസൈൽ ഇറാന്റെ കൈവശം ഇറാൻ നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല ഒരു ഗൈഡഡ് മിസൈലാണ്. വളരെ പ്രിസൈസ് ആയിട്ട് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അതിന് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ ഒരു മിസൈല് ഇറാന് കൈവശം വന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇത്തരം ഒരു മിസൈൽ ഇറാന്
വളരെ ഈസി ആയിട്ട് പ്രയോഗിക്കാം. മാത്രവുമല്ല, ഗൾഫ് ഉടനീളമുള്ള അമേരിക്കയുടെ താവളങ്ങൾ അതൊക്കെ തന്നെ ഈ 2000 കിലോമീറ്റർ എന്ന് പറയുന്ന 1500 കിലോമീറ്ററിൻ്റെ ഒക്കെ പരിധിക്കുള്ളിലാണ്. സൗദി അറേബ്യയിലാകട്ടെ, UAE-യിലാകട്ടെ, ഖത്തറിലാകട്ടെ, ബഹ്റിനിലാകട്ടെ, ഒമാനിലാകട്ടെ, അതൊക്കെ ഈ ഒരു ദൂരപരിധിക്കുള്ളിലുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് യുദ്ധം ചെയ്യാതിരിക്കാനോ മിസൈൽ അയക്കാതിരിക്കാനോ പറ്റില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കൊളാട്രൽ ഡാമേജാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ മിസൈലുകൾ ഒരെണ്ണം ഉണ്ടാക്കി അവിടെ വെച്ച് നിർത്തുക. ഇപ്പൊ ഇന്ത്യ നോക്കുക, അല്ലെ അമേരിക്കയെ നോക്കുക, അവരൊക്കെ തന്നെ ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു എന്നുള്ള ബ്രഹ്മോസ്, നമ്മൾ ബ്രഹ്മോസ് ഒന്നുണ്ടാക്കി, ഇപ്പൊ നമ്മൾ ബ്രഹ്മോസ് 2ആയി, ബ്രഹ്മോസ് NG വരുന്നു, പിന്നെ ബ്രഹ്മോസ് ER എന്ന് പറയുന്ന എക്സ്റ്റൻഡഡ് റേഞ്ച് വരുന്നു. കാരണം പല യുദ്ധങ്ങളിലും നമ്മൾ ഈ ആദ്യത്തെ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ ടെക്നോളജിയൊക്കെ മറ്റു പലർക്കും കിട്ടും. അത് അവർ നമ്മളോടൊപ്പം എത്തുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ടെക്നോളജിയിലേക്ക് മാറും. അങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുന്നത്. എന്തായാലും ശരി, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അത്ര ഒരു ലളിതമായ പരിഹാരം അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഉപരോധത്തിന്റെ ഉമ്മാക്കി കാണിച്ച് ഇറാനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് എന്താണ് ഇറാൻ അമേരിക്കയുടെ ടെക്നോളജി എത്രമാത്രം ഉപയോഗപ്പെടുത്തി, അത് ഏതെല്ലാം രീതിയിൽ പുനഃസൃഷ്ടിച്ചു, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.